ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. ദക്കറൽ മാവർദി അൻ അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൾ 7 പേരുകളെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. 7 പേരുകൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആനിലുണ്ട്. ഒന്നാമത്തെ പേരെന്താണ്? മുഹമ്മദുൻ എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ഖുർആനിൽ ഏതാണ് ആയത്ത്? മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് തുടങ്ങുന്ന ആയത്തുണ്ടല്ലോ, ആ ആയത്ത്. അപ്പൊ മുഹമ്മദിൻ എന്ന് ഖുർആനിൽ വന്നു. രണ്ടാമത്തെ പേരേതാണ്? അഹമ്മദ് എന്നാണ്. അഹമ്മദ് എന്നുള്ളത് ഖുർആനിൽ എവിടെയാണ് പറഞ്ഞത്? സൂറത്തു സഫിന്റെ 6-ാമത്തെ ആയത്ത്, മുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. അവിടെ ഖുർആനിൽ അഹ്മദ് എന്നാണ് മുത്തനബി തങ്ങളെ വിശേഷിപ്പിച്ചത്. മൂന്നാമതായി ത്വാഹ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരാണ് ഖുർആനിൽ അങ്ങനെ വന്നിട്ടുണ്ട്. 4-ാമത്തെ പേര് യാസീൻ. യാസീൻ സൂറത്തിന്റെ തുടക്കത്തിലുള്ള യാസീൻ എന്നുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചതാണ്. മറ്റൊരു സൂറത്തിൽ കാണാം സലാമുൻ അലാ ഇല്യാസീൻ, അത് ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരെ വിശേഷിപ്പിക്കുന്നതാണെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞു. അപ്പോൾ നബി തങ്ങളെ പേരുകളിൽ നിന്ന് 7-ൽ നിന്ന് 4-ാമത്തെ പേര് ഖുർആൻ പറഞ്ഞത് യാസീൻ എന്നാണ്. 5-ാമത്തെ പേര് മുസമ്മിൽ. ഖുർആനിൽ പറഞ്ഞു യാ അയ്യുഹൽ മുസമ്മിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച പേരാണത്. 6-ാമത്തെ പേര് മുദ്ദസിർ എന്നാണ് ഖുർആൻ വിളിച്ച പേര്. യാ അയ്യുഹൽ മുദ്ദസിർ, ആ പേരും വിശുദ്ധ ഖുർആൻ നബി തങ്ങളെ വിളിച്ച പേരാണ്. 7-ാമത്തെ പേര് അബ്ദുല്ലാ എന്നാണ്. അബ്ദ് എന്നാണ് അല്ലാഹുവിന്റെ അടിമ എന്നാണ്. അതെവിടെ പറഞ്ഞു? സൂറത്തുൽ ഇസ്രായിൽ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ബിഅബ്ദിഹി. അപ്പോൾ ഈ 7 പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ഖുർആനിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. മറ്റത് യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹർ റസൂലു എന്നൊക്കെ പലതും വിളിക്കുന്നുണ്ട്. വ്യക്തമായിട്ട് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണെങ്കിൽ അത് കൂടുതലായി വിളിക്കുന്നത് കാണില്ല. കാരണം അത് തങ്ങളോടുള്ള മഹബ്ബത്ത്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ ഇട്ട പേര് ചിലപ്പോൾ വിളിക്കൂല, ഓമന പേരായിരിക്കും കൂടുതൽ വിളിക്കുക, അല്ലേ? കുഞ്ഞോന്, കുഞ്ഞുമാന്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓമന പേരെ നമ്മൾ വിളിക്കുക. എന്നതുപോലെ അള്ളാഹുവിന്റെ ഹബീബാണ് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തങ്ങളെ പേര് ഡയറക്റ്റ് വിളിച്ചത് കാണൂല. എന്നാ മറ്റു പ്രവാചകന്മാരെ ഈസാ നബിനെ 10-25 തവണ ആവർത്തിച്ചു പറഞ്ഞത് കാണാൻ പറ്റും. മറ്റു പ്രവാചകന്മാരെ യാ മൂസ, യാ ഈസാ, യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, യാ സക്കരിയ, അങ്ങനെ ഓരോ പ്രവാചകന്മാരെ യാ ഇബ്രാഹിം, ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെയും പേരെടുത്ത് വിളിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നു ത്വാഹ, യാസീൻ, യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസിർ, ഇങ്ങനെ ഓമന പേരിട്ട് വിളിക്കുന്നു. അതുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞു